Hi friends, welcome to Lobsters on a Plane. അപ്പോൾ ഇന്ന് ഞങ്ങൾ എ ഡേ ഇൻ എ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, ഞങ്ങൾ ക്വാറന്റൈൻഡ് ആണ്. 14 days ആണ് ക്വാറന്റൈൻ പീരീഡ്. ഇപ്പോൾ അത് കഴിഞ്ഞു, ഞങ്ങൾ ഒബ്സർവേഷൻ പീരീഡിലാണ്. 14 ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞാലും അടുത്ത 14 ദിവസം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടില്ല. ഞങ്ങൾ എവിടെയും പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇപ്പോൾ ക്വാറന്റൈൻ പോലെ തന്നെ നിൽക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ അത് തീരുകയും ചെയ്യും. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വന്നൊരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ ലിങ്ക് ഞങ്ങൾ ഇവിടെ കൊടുക്കാം. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അതിനകത്ത് ഞങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ട്രാവൽ എക്സ്പീരിയൻസ്, ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ പാസ് അപ്ലൈ ചെയ്യാം, അപ്പോൾ മലയാളികൾക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ട്, പറ്റിയ കാണണം. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ ഇവിടുത്തെ കുക്കിംഗ്, പറമ്പ്, വീട്, അങ്ങനെ ഒരു സില്ലി വ്ളോഗാണ് ഇന്നത്തെ. അതെ, അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സന്നല്ലേ ഞങ്ങളുടെ കൂടെ ആയിരുന്നു ക്വാറന്റൈൻ. അത് കഴിഞ്ഞ് ഇതുവരെ തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ അവൻ ഇന്നല്ലെങ്കിൽ നാളേക്കേ പോവുള്ളൂ ഇവിടുന്ന്. അപ്പൊ അവൻ കൂടെ ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഷെഫീക്ക് പെരുന്നാളായിട്ട് ഇന്നലെ വീട്ടിൽ പോയി. അപ്പൊ സ്ഥിരം ഉപയോഗമില്ലാത്ത സാധനങ്ങളെല്ലാം അച്ഛൻ്റെ മുകളിലാണ് നമ്മൾ ഡംപ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള പാത്രം എടുക്കണം. ഓക്കെ, എടുക്കാം. ഒറ്റ തള്ളരുത്. ഇതാണ് ഞങ്ങളുടെ എ സി. ഇത് ആക്ച്വലി നല്ലപോലെ വർക്ക് ചെയ്യുന്ന എ സിയാണ്, നല്ല തണുപ്പുള്ള എ സിയാണ്. റിമോട്ടൊന്നുമില്ല, അതിൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ട്. ആ സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ എ സി ഓൺ ആവും. അത്രേ ഉള്ളൂ. എന്നാ നീ പോയി എടുത്തിട്ടോ. വലിയ ചെറിയ എടുക്കും. നോട്ടെ, അത്ര മതിയോ? ഇത്രേ ഉള്ളൂ ഇവിടെ. നോട്ടെ, എന്നെ അങ്ങ് കാണിച്ചാ എടാ, അത് പോരാ, അരി നടക്കില്ല കേട്ടോ. പിന്നെ ഇതോ, അത് വേണം. എന്തൊരു സാധനം ഇടാൻ മറന്ന മരുന്നിടാ, എന്താണെന്ന് ഞാൻ മനസ്സിലാവും. ചിക്കനാണോ? കുക്കിംഗ് വീഡിയോ ആണോ? ആദ്യമായി ഒരു 10 വെളുത്തുള്ളി അരിഞ്ഞതിലോട്ട് നിക്ഷേപിക്കുക. ഇത് നന്നായി കഴുകി നല്ല ചെറുതായിട്ട് അരിഞ്ഞ സവാള 5 എണ്ണം ഇതിലോട്ട് നിക്ഷേപിക്കുക. ഉപ്പ് പാകത്തിന്. പറഞ്ഞു നന്നായി കേട്ടോ. ഉപ്പിന്റെ കാര്യം ഞാൻ ആ ഫ്ലോറിങ് വിട്ടു. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതിന് മുന്നേ ഇവൻ ഇമ്പോസിഷൻ എഴുതി പഠിച്ച റെസിപ്പിയാണിത്. ഇതിനു മുന്നേ ഒരു ചിക്കൻ ഒക്കെ അറിഞ്ഞൂടാ. ചേച്ചി എന്തും അക്ഷരം പ്രതി കേൾക്കും. മീന ചേച്ചി എലിവിഷൻ ഇടാൻ പറഞ്ഞാൽ അതുവരെ ഇടുവാ. കടുത്ത ആരോപണങ്ങൾക്ക് വീഡാസ് കറി വേൾഡിന്റെ ലിങ്ക് താഴെ കൊടുക്കുക. റെഡിയായോ? ഓൾമോസ്റ്റ് റെഡിയായി. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോ അത്യാവശ്യം വെന്തിട്ടുണ്ട്. കാണാൻ നല്ല ലുക്കില്ലേ? എന്താ നല്ല അടിപൊളി മണം കേട്ടോ. സൂപ്പർ ആയിരിക്കുന്ന തോന്നണേ ചിക്കൻ കറി. കുറെ നാൾ ഓടിയിട്ടാകത്തോണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര കൊതി വരുന്നുണ്ട്.
ചിക്കൻ കറി വയ്ക്കാൻ. നമ്മുടെ നാടൻ മസാലകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ മിക്ക പൊടികളും ഇവിടെ അച്ഛനും മേമയ്ക്കും അത്യാവശ്യം എല്ലാത്തിൻ്റെയും കൃഷികളുണ്ട്. ഇപ്പം മുളകൊക്കെ ആണെങ്കിലും ഉണക്കി പൊടിച്ചതാണ് ഇവിടെ. മഞ്ഞൾപ്പൊടി ആണെങ്കിലും മഞ്ഞളുണ്ട്, അത് ഉണക്കി പൊടിക്കുന്നതാണ്. മല്ലി അതല്ല തോന്നുന്നു, മല്ലി പക്ഷെ മല്ലി വാങ്ങിയിട്ട് ഉണക്കി പൊടിച്ചതാണ്. അങ്ങനെ അപ്പം അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ടാവും തോന്നുന്നു കറിക്ക്. നമ്മളിപ്പോ വന്ന് അടിപൊളിയായല്ലേ ലഞ്ച്. കാരണം മേമ മുളോശവും രസവും മത്തൻ്റെ എല്ലാ തോരനൊക്കെ കൊണ്ടു തന്നു. അപ്പം ഇപ്പം വിഭവ സമൃദ്ധമായി. ഞങ്ങൾ സിമ്പിൾ ലഞ്ചാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇപ്പം വന്ന് കുറേ സാധനങ്ങളായി. എന്തായാലും കഴിക്കാം അല്ലേ? ചിക്കൻ കറി ചിക്കൻ അതിലിട്ടിട്ട് പൊടി ഇട്ടിട്ട് ഇളക്കുക മാത്രമല്ല ഈ ചെയ്തോളൂ. ഒന്നും ചെയ്തില്ലേ? അത് നീയാണോ ചെയ്തത്? അങ്ങനാണെങ്കിൽ വിളമ്പിതാണ്. അപ്പൊ സനൽ ഇറങ്ങുവാണ്. സനലിൻ്റെ ക്വാറന്റൈൻ പീരീഡിന് ശേഷം സനലിൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇനിയുള്ള ഒബ്സർവേഷൻ പീരീഡ് 5 ദിവസം. ഇനി എത്ര ദിവസം കൂടെ ഉള്ളൂ? 5 ദിവസം. അത് വീട്ടിലാണ് അല്ലേ? ആണോ? ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. പണി കിട്ടും. പിന്നെ എറണാകുളത്തുനിന്നോ കോഴിക്കോടുന്നോ എവിടുന്നാന്ന് വെച്ചാ വൈകാതെ നമുക്ക് കാണാം. അത് ഈ ബാഗ് എടുത്തു. ക്ലാമ്പ് എടുക്കണോടാ. ആ അപ്പം സനലൊക്കെ പോയി. ഊണ് കഴിഞ്ഞപ്പോൾ സനൽ പോയി. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കിടന്ന് മയങ്ങി. ഇപ്പം എണീറ്റൊന്ന് ഫ്രഷായി. ഞങ്ങൾ മേലൊക്കെ കഴുകി. അപ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യുന്ന കുറച്ച് പരിപാടികളുണ്ട്. ഇവിടെ നമ്മൾ മീനെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിന് തീറ്റ കൊടുക്കണം. പിന്നെ പറമ്പിൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അത് നമ്മൾ വീക്കെൻഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് പതിവ്. കാരണം വീക്ക് ഡേ സമയം കിട്ടില്ല. നമുക്കിനി എന്നാൽ പറമ്പിലൂടെയൊക്കെ നടന്ന് ആ പരിപാടികളൊക്കെ ഒന്ന് തീർക്കാം അല്ലേ?
അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള മീൻ ഞങ്ങൾ ഇതിൽ നിന്ന് തന്നെയാണ് പിടിക്കാറ്. കുഞ്ഞു മീനെ കൊണ്ട് ഇട്ടതാണ്. ഒരു 250 ഓളം മീനിനെ ഇട്ടതാണ്. ഇപ്പോൾ എല്ലാം ഒരു ഏകദേശം 100-500 മീൻ ഏകദേശം ഉണ്ട് അതിനകത്ത്. പിന്നെ നമുക്കൊരു മീനിനെ പിടിച്ച് നോക്കാം. അപ്പോൾ ഞങ്ങൾ ചൂണ്ടയിടാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി മീനൊന്നും പിടിക്കില്ല, ഒരു മീനോ 2 മീൻ, ഞങ്ങൾക്ക് വേണ്ട മീൻ മാത്രം പിടിക്കും. അതായത് ഇന്ന് പിടിക്കുന്ന മീൻ മിക്കവാറും ഇന്ന് തന്നെ ഞങ്ങൾ കറി വയ്ക്കുക പൊരിക്കുക എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇരയായിട്ട് ഞാൻ ചൂണ്ടയിൽ കുറക്കാറ് സാധാരണ ഫിഷ് ഫുഡാണ്. അപ്പോൾ അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇട്ട് കഴിഞ്ഞാൽ അവരപ്പം തന്നെ അയ്യോ ഫിലോപ്പിനെയാണ് കിട്ടിയേക്കുന്നത്. വീണ്ടും ഫിലോപ്പി. അപ്പൊ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് എങ്ങനെയുണ്ട് എനിക്ക് കിട്ടുമെന്നാണ്. മറ്റേറ്റം മുറുക്കെ പിടിച്ചു കേട്ടോ. ഞാൻ ഒരു വട്ടം പിടിച്ചിട്ട് മീൻ തിരിച്ചിറങ്ങിപ്പോയി. വലിയ പൊക്ക് പൊക്ക് പൊക്ക്. അത് വലുതാട്ടോ നിനക്ക് കിട്ടിയത്. അത്യാവശ്യം വലുതാ. ഫിലോപ്പി കേട്ടിക്കോ. സ്ഥലത്തൊന്നും അപ്പോൾ ഇത് വീട്ടിലെ കപ്പയാണ്. അപ്പോൾ ഒന്ന് പറിച്ചു നോക്കാം. അഥവാ പൂളക്കിഴങ്ങ് ചെറുത്.
നമുക്ക് സീതപ്പഴം ഉണ്ട് ഇവിടെ, കസ്റ്റാർഡ് ആപ്പിള്. കഴിഞ്ഞ ദിവസം ഞാൻ പറിച്ചതാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും മൂത്തത് ഉണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതായിന്ന് എനിക്ക് തോന്നുന്നു. ഇതോ പറക്കട്ടെ എന്നാ. ഇതോ ആയിരുന്നു. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇത്. ഇന്നിപ്പോൾ നമുക്ക് പറമ്പിൽ നിന്ന് ഇത്രയും സാധനങ്ങളെ കിട്ടിയുള്ളൂ. ഇപ്പം 4 ആഴ്ചയല്ലോ ഞങ്ങളിവിടെ ഒന്നും നടുന്നില്ല. നമ്മളിപ്പം ആദായം എടുക്കൽ മാത്രമേ ഉള്ളൂ. അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ ഓരോന്നൊക്കെ നടും. അപ്പോൾ ഇവിടെ പടവലങ്ങ, ഇഞ്ചി, മഞ്ഞൾ, പാവയ്ക്ക, വെണ്ടയ്ക്ക, ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ നമ്മൾ പറിച്ച കപ്പ വെച്ചിട്ട് കപ്പ പുഴുങ്ങി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഉച്ചക്കത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അതും ചോറൊക്കെ എല്ലാം പാടെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് രാത്രി ഫുഡ് കഴിക്കുകയാണ്. അപ്പോ ഇനി ഒന്നുമില്ല, രാത്രി ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ദിവസം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മള് നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ടിവിയിൽ എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണും. അത് കഴിഞ്ഞിട്ട് പതുക്കനെ സൈഡാവും. അതെ, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.